ദൈവത്തിന് തുലാഭാരം നേർന്നാൽ, ദൈവത്തെ കുളിപ്പിക്കാൻ നിങ്ങൾ പാലും നെയ്യും ഉപയോഗിച്ചാൽ ഇതൊക്കെ ദൈവം ഉണ്ടാക്കിയതല്ലേ? ഇതുകൊണ്ടാണോ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പോകുന്നത് എന്ന്. കർഷകനാണ് കൃഷി നടത്തുന്നത്. പക്ഷെ അതേ കൃഷി തന്നെയാണല്ലോ അവൻ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്നത്. പാടത്ത് വിളയിച്ച ഗോതമ്പും നെല്ലും പച്ചക്കറികളുമെല്ലാം തന്നെ ഉണ്ടാക്കിയവൻ തന്നെ ഉപയോഗിക്കുന്നില്ലേ? അപ്പൊ അതിൽ ലോജിക്കുണ്ടോ? അപ്പൊ നമ്മൾ ലോജിക്കിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുവാനാണ് എങ്കിൽ ദൈവം ഉണ്ടാക്കിയ പാല് ദൈവത്തിന് കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ? ദൈവം ഉണ്ടാക്കിയ നെയ്യ് ദൈവത്തിന് കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ? ഒരിക്കലും തെറ്റില്ല എന്ന് മനസ്സിലാക്കണം. ഈ തുലാഭാരവും ഈ ക്ഷീരധാരയും നെയ്യഭിഷേകവും എല്ലാം തന്നെ ഒരിക്കലും ദൈവത്തിനു വേണ്ടിയല്ല, മറിച്ച് ഭക്തനു വേണ്ടിയിട്ടാണ്. ആദ്യമുണ്ടായത് ഭക്തനാണ് അമ്പലം പണിതത്. അമ്പലം പണിതത് ദൈവമല്ല. ആ അമ്പലത്തിന്റെ ഉള്ളിൽ, ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ദൈവത്തെ തന്ത്രശാസ്ത്ര വിധിപ്രകാരം പ്രതിഷ്ഠിച്ച തന്ത്രിയും ശാന്തികർമ്മങ്ങൾ നടത്തിയ ശാന്തിക്കാരനും അവിടെ വരുന്ന ഭക്തനും അവിടെ പണമിടുന്ന ഭക്തനുമെല്ലാം മനുഷ്യരാണ്. അപ്പൊ മനുഷ്യന് ജീവിക്കുവാൻ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം മാത്രം പോരാ. വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് സാമാന്യ ബുദ്ധിയും വിശേഷ ബുദ്ധിയുള്ള അവന് ഈ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ദൈവം എന്നറിയണം. അവിടെ ആരാധനാക്രമങ്ങളുണ്ട്. ഒരിക്കലും ഗുരുവായൂരപ്പൻ താർ ജീപ്പിൽ പോവില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നിട്ടും അദാനി എന്തിനത് കൊടുത്തു എന്ന് ചോദിച്ചാൽ ഗുരുവായൂരപ്പനെ സേവിക്കുന്നവർക്ക് താർ ജീപ്പിൽ പോകുവാനാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ അവിടെയാണ് ദൈവം ഒന്നും നേരിട്ട് ചെയ്യുന്നില്ല, ദൈവിക ഗുണങ്ങളിലൂടെ നമ്മളെ കൊണ്ടത് ചെയ്യിക്കുന്നു.